ഫോളോപ്പിന് മലയാളം എന്താ ഫോളോപ്പിന് മലയാളം? വെറുപ്പിക്കല്. ഫോളോപ്പിന് മലയാളം ഒറ്റ വെറുപ്പിക്കല്. അപ്പൊ നാരായണൻ നിരന്തരമായിട്ടുള്ള ഫോളോപ്പിൽ കൂടെ നാരായണൻ നിരന്തരമായിട്ടുള്ള വെറുപ്പിക്കൽ കൂടിയാണ് RCM ജോയിൻ ചെയ്തത്. പക്ഷെ ഇന്ന് അദ്ദേഹം ഞാൻ ചെയ്യുന്നത് പോലും അദ്ദേഹം അറിയുന്നില്ല. എന്റെ സാധ്യത അതാണ്. ഞാൻ പറയുന്നത് RCM ഒരു ബിസിനസ് അല്ല. RCM ഒരു ബിസിനസ് ആയിട്ടല്ല നമ്മൾ കാണേണ്ടത്. RCM ഒരു ജീവിത രീതിയാണ്. ഇറ്റ്സ് എ ലൈഫ് സ്റ്റൈൽ. RCM ഇസ് എ ലൈഫ് സ്റ്റൈൽ, ഒരു ജീവിത രീതിയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ കൂടി ഒരുപാട് പോരായ്മകളുണ്ട്. ഉണ്ടോ? എന്തൊക്കെയാ പോരായ്മകളുണ്ട്? ആരോഗ്യത്തിൽ പോരായ്മ ഉണ്ടോ? ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഒന്ന് കൈ വെക്കാമോ? ഭൂരിപക്ഷം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അല്ലെ? സാമ്പത്തിക പോരായ്മ ഉണ്ടോ? അതേ ഉള്ളൂ. രണ്ട് കൈ വേണേ പൊക്കാം. ഈ രണ്ട് പോരായ്മകളുടെ കാരണം എന്താണെന്നറിയോ? ഈ രണ്ട് പോരായ്മകളുടെ കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത രീതിയിലെ തെറ്റുകളാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ചിന്തിക്കുന്ന രീതിയിലെ തെറ്റുകളാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇന്ന് കാണുന്ന സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ അസുഖം എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസാ, ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പൊ നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെയോ തെറ്റുകളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ അല്ലെ? ആ പ്രശ്നങ്ങൾ മാറ്റാനുള്ള ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള വൺ ആൻഡ് ഓൺലി ഓപ്പർച്യൂണിറ്റിയാണ് RCM ബിസിനസ്. അതുകൊണ്ടാണ് RCM ഒരു ജീവിത രീതി, ലൈഫ് സ്റ്റൈലാന്ന് പറയുന്നത്. രാവിലെ RCMന്റെ തവിടെണ്ണ കഴിച്ച് തുടങ്ങി ഇന്ന് ദിവസം ആരംഭിച്ച് എത്ര ആൾക്കാർ ഫോളുണ്ട്? കണ്ടോ? RCM ലൈഫ് സ്റ്റൈലാണ്. RCMന്റെ തവിടെണ്ണയും RCMന്റെ പഞ്ചതുളസിയും അതോടൊപ്പം തന്നെ ഇത്രയും കാലം നമ്മുടെ കയ്യിൽ സുഭിഷ്ടമായിട്ടുണ്ടായിരുന്ന പച്ചവെള്ളം അത് കുടിക്കണമെന്ന് അറിഞ്ഞത് RCM വന്നതിന് ശേഷം അല്ലേ? എത്ര കുടിക്കണമെന്നാണ്? രാവിലെ 1 ലിറ്റർ നേരെ വെള്ളം കുടിച്ച എത്ര ആൾക്കാരുടെ ഇവിടെ? ഞാനുണ്ട്. RCM വന്നതിന് ശേഷം ഇത്രയും കുടിക്കണമെന്നൊക്കെ മനസ്സിലായത്. എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? 20 കിലോഗ്രാം ബോഡി വരുന്ന 1 ലിറ്റർ വെള്ളം കുടിക്കണം. ഇതൊക്കെ ആരാ പറഞ്ഞത്? RCM വന്നുകൊണ്ട് മാത്രമാണ്. എങ്ങനെ അസുഖമില്ലാതെ ജീവിക്കാം? അസുഖം വന്നിട്ട് പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സിന് അടുത്ത് പോയിട്ടുണ്ട്. ഏതെങ്കിലും ഡോക്ടർ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ വന്നതൊക്കെ വന്നു, ഇനി നാളെ ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും നമുക്ക് എന്തെങ്കിലും ലൈഫിൽ കറക്ഷൻ ഏതെങ്കിലും ഡോക്ടർ എഴുതിയിട്ടുണ്ടോ? ഇല്ല. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അവർക്ക് സമയമില്ല. പേഷ്യൻസ് വ്യക്തിയാണ്. ഇത് എവിടുന്നാ പഠിച്ചത്? RCM പഠിച്ചത്. RCM ഇസ് എ ലൈഫ് സ്റ്റൈൽ. RCM ഇസ് എ വേ ഓഫ് ലൈഫ്. RCM ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ടും RCM ഒരു ജീവിത രീതിയാക്കി മാറ്റാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ആരോഗ്യം ഉണ്ടാവും, സമ്പത്തും ഉണ്ടാവും. സമ്പത്ത് വെറുതെ ഉണ്ടാവില്ല. സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും. അത് കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. അതല്ലേ ആഗ്രഹം? ഇത്രയും കാലത്തെ ആഗ്രഹമല്ലേ? ഈ ആഗ്രഹത്തെ അതൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇത്രയും കാലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ജീവിത രീതി ഒന്ന് മാറ്റുക, ചിന്താരീതി ഒന്ന് മാറ്റുക. ഇത്രയും കാലം ഏതൊക്കെയോ കടകളിൽ നിന്നും ഏതൊക്കെയോ കമ്പനികളുടെ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചതിന് പകരം RCMന്റെ കടയിൽ നിന്ന് RCMന്റെ സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചാലോ? ഇന്ന് പൊതുമാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും ടോപ്പ് ക്വാളിറ്റി പ്രോഡക്റ്റിനേക്കാളും ഗുണനിലവാരമുണ്ട് RCM പ്രോഡക്റ്റിന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം കഴിഞ്ഞൊരു 10 വർഷത്തോളമായി ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ 7 വർഷമായിട്ട് സജീവമായിട്ട് 100% ഉപയോഗിക്കുന്നുണ്ട്. അത് ന്യായ വിലയ്ക്ക് കിട്ടുന്നു. ഒരു ഡയറക്ട് സെല്ലിംഗ് ഫേമാണ് RCM. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇടത്തട്ടുകാരും കച്ചവടക്കാരും ഇല്ലാതെ ഉൽപ്പന്നങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഉപഭോക്താവിലേക്ക് എത്തുന്നു. സാധാരണ നമ്മൾ സാധനം വാങ്ങിക്കുന്ന ഇവിടുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ നിന്ന്, അതായത് പരസ്യം കണ്ട് നമ്മൾ MRPക്ക് പോയി സാധനം വാങ്ങിക്കുന്ന കടകൾ. അവിടുന്ന് ഒരു 100 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചാൽ അതിന്റെ ഒരു 60 രൂപയും നമ്മൾ കൊടുക്കുന്നത് കച്ചവടക്കാർക്കും പരസ്യക്കാർക്കും ആണെങ്കിൽ ആ കാശ് ഇവിടെ ലാഭിക്കാം. ആ കാശ് നമുക്ക് തരുന്നു കമ്പനി പല രീതിയിലായിട്ട്. 1974 തുടങ്ങിയ ഫാഷൻ സൂട്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ടെക്സ്റ്റൈൽ മാനുഫാക്ചറിംഗ് കമ്പനി 2000 RCM എന്ന പേരിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലേക്ക് ഇന്ത്യയിൽ കടന്നു വന്നു. ഒരു പ്രൊഡക്റ്റുമായിട്ട്, ഒരു പാൻ പീസുമായിട്ട്. കമ്പനിയുടെ MD TC ചപ്രാജി, തിലോത്തൻ ചപ്ര, ഞങ്ങളൊക്കെ ആരാധനാപൂർവ്വം സെക്കൻഡ് ഗാന്ധി എന്ന് വിളിക്കുന്നു. നല്ലൊരു കൈയടി ആ മഹത് വ്യക്തിയാണ്. ഒരുപാട് ആളുകൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നമ്മൾ പൂജിക്കേണ്ട വ്യക്തിയാണ് അദ്ദേഹം. 2000 RCM ആരംഭിച്ചു. ഒരു പ്രൊഡക്റ്റിൽ ആരംഭിച്ച RCM ഇന്ന് ഈ സിൽവർ ജൂബിലി ഇയറിലേക്ക് കടന്നിരിക്കുക. 2025 വർഷം പൂർത്തിയാവുന്നു RCM. 25 വർഷം കൊണ്ട് ഏകദേശം 1000-ലധികം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും. ഏതൊക്കെ സെഗ്മെന്റിൽ പ്രൊഡക്റ്റ്? നമുക്ക് ഫുഡ് ഐറ്റംസ് അല്ലേ? ഫുഡ് ആൻഡ് ഗ്രോസറി എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ക്ലീനിങ് സൊല്യൂഷൻസ്, പേഴ്സണൽ കെയർ, ഹോം കെയർ, ടെക്സ്റ്റൈൽസ്, എല്ലാവിധ ടെക്സ്റ്റൈൽസുകളും, റെഡിമെയ്ഡ് ഗാർമെന്റ്സ് അടക്കമുള്ള എല്ലാവിധ ടെക്സ്റ്റൈൽ ഐറ്റംസും, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ്, ബാഗ് ആൻഡ് അക്സസറീസ്, ചപ്പൽസ്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകൾ, ന്യൂട്രിഷൻ പ്രൊഡക്റ്റുകൾ, ഇന്ത്യയിൽ RCM കൂടെ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഗുഡ് ഡോട്ട് എന്നുള്ള പേരിൽ വെജിറ്റേറിയൻ വീഗൻ പ്രൊഡക്റ്റുകൾ. ഇത്രയും പ്രൊഡക്റ്റുകൾ
കൊടുക്കുന്ന ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇത്രയും സെഗ്മെന്റിൽ പ്രൊഡക്റ്റുകൾ, അതൊരു സിംഗിൾ ബ്രാൻഡിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ്, അത് ഇന്ത്യയിൽ ആസിമിന് മാത്രം സാധിക്കുന്നതാണ്. സിംഗിൾ ബ്രാൻഡിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ്, ആസിമിൽ ബ്രാൻഡിൽ. നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് പോയാലോ പല ബ്രാൻഡുള്ള പ്രൊഡക്റ്റുകൾ കാണാം. ഇന്ന് സെലവറിനെ കാണാം, ITC കാണാം, കോൾഗേറ്റ് പാമലിനെ കാണാം. അങ്ങനത്തെ അങ്ങനെ ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ആസിമിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി ഏത് ബ്രാൻഡാ കാണാം? RCM ബ്രാൻഡിൽ ഇത്രയും പ്രൊഡക്റ്റുകൾ ലോകത്തിൽ എവിടെയും ഇല്ല. നല്ലൊരു കൈയ്യടി കൊടുക്കൂ. നമ്മൾ അഭിമാനിക്കണം നമ്മൾ എവിടെ വന്നിരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ച് ഉപയോഗിച്ചാൽ കിട്ടുന്ന ഏറ്റവും നേട്ടം എന്താ? കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന ലക്ഷ്യങ്ങൾ. വെറുതെ പ്രവർത്തിക്കുന്ന കമ്പനിയല്ല, വ്യക്തമായ ലക്ഷ്യത്തോടും മാസത്തോടും പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അതിൽ ഏറ്റവും പ്രധാനം ആരോഗ്യ സംരക്ഷണമാണ്. ശുദ്ധമായ മായമില്ലാത്ത ഉൽപ്പന്നങ്ങൾ പൊതുമാർക്കറ്റിനേക്കാളും ന്യായ വിലയ്ക്ക് നമുക്ക് തരുന്നു. ബോധ്യപ്പെട്ടതാണോ? ആണല്ലോ അല്ലേ? ഒരു നല്ല ഹെർബൽ പേസ്റ്റ് മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ 90 രൂപയ്ക്ക് വില കൊടുക്കണമെങ്കിൽ ആസിമിന്റെ ഗ്രാമ്പൂ, വേപ്പ്, തുളസി എന്ന ഹെർബൽ പേസ്റ്റ് വെറും 60 രൂപ മതി നമുക്ക്. എത്ര രൂപ ലാഭം? ആവറേജ് 25-30 രൂപ ഒരു ശരാശരി ഫാമിലിക്ക് ലാഭമാണെങ്കിൽ ഒരു നല്ലൊരു 1/2 കിലോ മട്ട അരി കിട്ടും അല്ലേ? കിട്ടൂലേ? ലാഭമാണോ? ലാഭം കിട്ടുന്ന സന്തോഷമല്ലത്? ആഹ്ലാദിക്കാൻ നോക്ക്. ഒരു 1000 രൂപയുടെ സാധനം പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് അതേ സാധനം ആസിമിന്റെ കടയിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ ഒരു 700 രൂപ വരുള്ളൂ. ഒരു 300 രൂപ ലാഭം എന്ന് പറഞ്ഞാൽ ഒരു 300 രൂപ ദിവസം സമ്പാദിക്കണമെങ്കിൽ എത്ര മണിക്കൂർ ജോലി ചെയ്യണം? ആലോചിക്കേ, എത്ര ലാഭമാണ്. കഴിഞ്ഞില്ല. ആർസിമിന്റെ ഒരു അസോസിയേറ്റ് പേരായാൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന രജിസ്ട്രേഷൻ, ആർസിമിന്റെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് അങ്ങനെ വാങ്ങിച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള പർച്ചേസ് ആർസിമിൽ കൂടെ ആക്കി കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. ഈ 60 രൂപയ്ക്ക് കിട്ടുന്ന ഹെർബൽ പേസ്റ്റ് നമുക്ക് 43 രൂപയ്ക്ക് കിട്ടും. പിന്നെ ലാഭമില്ലേ? എത്ര പൈസ ലാഭമാണ്. കൂടാതെ റെഗുലർ ആയിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകൾക്ക് കമ്പനി ഒരു ഗിഫ്റ്റ് നൽകുന്നുണ്ട്. 6 മാസം കൂടുമ്പം ഫ്രീ പ്രൊഡക്റ്റ് നൽകുന്നു. നമുക്ക് സാധാരണ ഫ്രീ പ്രൊഡക്റ്റ് എപ്പോഴാണ് കിട്ടുക? വർഷത്തിലൊരിക്കൽ തന്ന്. നമ്മൾ സ്ഥിരം സാധനം വാങ്ങുന്ന കടക്കാരൻ വർഷത്തിലൊരിക്കൽ ഒരു പപ്പടമോ ഒരു സേമിയയുടെ പാക്കറ്റോ തന്ന് കിട്ടി. ഓണത്തിനോ പെരുന്നാളിനൊക്കെ അല്ലേ? അവർ തരാൻ മറന്നുപോയില്ലെങ്കിൽ കിട്ടി. ഇതോ ഒരു തരി പോലും മറന്നുപോയില്ല. ഈ മാസം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയ എത്ര ആൾക്കാരുണ്ട്? കൈ താത്തിക്ക്. കഴിഞ്ഞ മാസം കിട്ടിയ എത്ര ആൾക്കാരുണ്ട്? താത്തിക്ക്. കഴിഞ്ഞ 30 മാസം കിട്ടിയ ആൾക്കാർ കണ്ടോ? കമ്പനി മറക്കൂല. നിങ്ങൾ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ 6 മാസം തികയുമ്പം ആ ഫ്രീ പ്രൊഡക്റ്റ് വന്നിരിക്കും. ഈ മാസം എന്റെ വീട്ടിലേക്ക് ഞങ്ങൾക്ക് 5000 പ്രൊഡക്റ്റ് ഓൾറെഡി വന്നു കിടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ 2024 ഞാൻ കണക്കൂട്ടിയപ്പം 21,750 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞ വർഷം, 2024 മാത്രം. ആലോചിക്ക്, 10 രൂപയുടെ പപ്പടത്തിന് പകരം വർഷത്തിരിക്കുന്ന 10 രൂപയുടെ പപ്പടത്തിന് പകരം നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ റെഗുലറായിട്ട് വാങ്ങിച്ചാൽ മതി. നിങ്ങൾ വാങ്ങുന്ന സാധനത്തിന് ആനുപാതികമായിട്ട് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. ഇത്രയും കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി എന്ത് വേണം? ആസിമിന്റെ മെമ്പർഷിപ്പ് എടുക്കുക. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാരാണ്. കുറച്ച് ആൾക്കാർ തീരുമാനം എടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവരെ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ചെയ്താൽ കിട്ടുന്ന ഏറ്റവും വലിയ മെച്ചം ആരോഗ്യം സംരക്ഷിക്കപ്പെടും. 100% ഹെൽത്തിയാണ്. രണ്ടാമത്തെ കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് സ്ത്രീ ശാക്തീകരണം, വുമൺ എംപവർമെന്റ്. ഈ വാക്ക് നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്, വുമൺ എംപവർമെന്റ്. എത്ര സ്ത്രീകൾ നമ്മുടെ അറിവിൽ എംപവേർഡ് ആയിട്ടുണ്ട്? തെറ്റിദ്ധരിക്കേണ്ട, കുറ്റം മുറയെ കളിയേക്കൊന്നുമല്ല. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞ വിഷയങ്ങൾ പലപ്പോഴും വിചാരിച്ച ലക്ഷ്യത്തിൽ എത്താറില്ല. ഒരു സ്ത്രീ ശാക്തീകരിക്കപ്പെടണമെങ്കിൽ അവൾ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ആരോഗ്യപരമായിട്ടും ശാക്തീകരിക്കപ്പെടണം. വേണ്ടേ? നടക്കുന്നുണ്ടോ ഇത് മൂന്നും? ഇല്ല. ഒരു കണക്ക് പറയുന്നത് ഇന്ത്യയിലെ 59% സ്ത്രീകളും അനീമിക് ആണെന്ന, വിളർച്ച, രക്തക്കുറവ്. ആസിമിൻ ന്യൂട്രിഷാർജ് വുമൺ എത്ര ആൾക്കാർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്? 2 ആഴ്ച കൊണ്ട് HP കൂടും. 2 ആഴ്ച കൊണ്ട്. അങ്ങനെ തുടങ്ങി സ്ത്രീകൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ടോട്ടൽ പരിഹാരമാണ് ന്യൂട്രിഷാർജ് വുമൺ. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ബിസിനസ് ചെയ്യാൻ ആസിമിൻ ഷോപ്പ് നടന്ന ആളുകൾ ധാരാളം ആളുകളുണ്ട്. ഒരു 5 ലക്ഷത്തിന്റെ ഇനീഷ്യൽ പർച്ചേസ് ചെയ്താൽ ആസിമിൻ ഷോപ്പ് ഇടാം. പക്ഷെ 60,000 മുടക്കി കഴിഞ്ഞാൽ, 50,000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഷോപ്പ് നടത്താൻ ആൾക്കാർക്ക് കിട്ടുന്ന അതേ ഇൻസെന്റീവ് കമ്പനി സ്ത്രീകൾക്ക് വീട്ടിൽ കൊടുക്കും. അതാണ് KSO, കീസ് ഓഫ് ഹോം ഷോപ്പ്, കീസ് ഓഫ് ലിറ്റഡ്. ഒരു പോലും വാടക കൊടുക്കേണ്ട സാധനം കമ്പനി വീട്ടിൽ തരും. സ്ത്രീ ശാക്തീകരണം, സ്ത്രീയെ സാമ്പത്തികമായിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട്. സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ട് ഉയർന്നു കഴിഞ്ഞാലോ, അവൾക്ക് കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാലോ, തീർച്ചയായിട്ടും അവൾ സാമൂഹ്യമായിട്ട് ഉയർന്നിരിക്കൂലേ? ഇല്ലേ? ഇന്ത്യയിൽ ആർസിഎമ്മിൽ കൂടെ വരുമാനം വായിക്കുന്ന 20 ലക്ഷം ആളുകളുണ്ട്. അതിൽ 60% സ്ത്രീകളാണ്. 60% സ്ത്രീകളാണ്. ഈ പോലത്തെ നല്ല ശതമാനം ആൾക്കാർ സ്ത്രീകളായിരിക്കുന്നത്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം അടുത്ത ലക്ഷ്യമാണ് നവഭാരത നിർമ്മാണം, മൂല്യാധിഷ്ഠിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുക.
സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വിദേശ കമ്പനികളാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ മോർ ദാൻ 80% വിദേശ കമ്പനിയുടെ സാധനങ്ങളാണ്. നമുക്ക് നമ്മുടെ സ്വന്തം സാധനം ഉപയോഗിച്ചാലോ, നമ്മുടെ നാടിന്റെ സാധനം ഉപയോഗിച്ചാലോ? നമ്മൾ വാങ്ങുന്ന 1 രൂപ പോലും നമ്മുടെ നാട് വിട്ടു പോവില്ല. ഗ്യാരണ്ടി വരുത്താം. നമ്മുടെ സമ്പത്ത് നമുക്ക് ഇവിടെ പിടിച്ചു നിർത്താം. നല്ല കാര്യമല്ലേ? ഒന്ന് കൈയടിക്കാം. രാഷ്ട്ര സേവനത്തിന് അവസരമാണ്. ലഹരി നിർമ്മാർജ്ജനം ആർസിന്റെ വലിയ ലക്ഷ്യമാണ്. ഒരു തരം ലഹരിയെയും ആർസിയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആർസിന്റെ ഒരു മീറ്റിംഗിലും ലഹരി അനുവദിക്കില്ല. ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച ആൾക്കാരെ ഒരു പ്രവേശനമില്ല. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ബാധിച്ചുള്ള പ്രശ്നമാണ് ലഹരി. ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും, അവര് നോർമൽ മനുഷ്യന്മാരായിക്കോളും. ലക്ഷ്യങ്ങൾ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് സാധ്യമാവാം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ആരോഗ്യം 100% കിട്ടും. രണ്ടാമത് നമുക്ക് 100% വരുമാന സാധ്യതയുണ്ട്. നിങ്ങൾ ആലോചിക്കോളൂ, ഒരു 40-45 വയസ്സ് ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റൊരു ജോലി തേടി പോകാൻ സാധ്യതയുണ്ടോ? ഒരു കുടുംബസ്ഥനായിട്ട് അല്ലെങ്കിൽ കുടുംബസ്ഥയായിട്ട് കഴിയുന്ന വ്യക്തിക്ക് നിലവിലുള്ള ജോലി മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടി വരുമാനം കിട്ടുന്ന മറ്റൊരു ജോലി തേടി പോകാൻ കഴിയില്ല. എന്നാലോ കിട്ടുന്ന വരുമാനം കൂടെ തികയോ? ഇന്ന് ഇന്ത്യയിൽ തൊഴിലില്ലായ്മയെക്കാളും കൂടുതൽ ഏറ്റവും വലിയ പ്രശ്നമാണ് ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ജീവിക്കാൻ തികയുന്നില്ല എന്നുള്ളത്. രണ്ടറ്റം കൂട്ടി മുടിക്കാൻ വലിയ പ്രയാസമാണ്. എന്നാൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ് 45 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളെ സംബന്ധിച്ചോളം ഒരു 60 ദിവസത്തെ കാലയളവ്, ഈ കാലയളവാണ് ഏറ്റവും അധികം സാമ്പത്തിക ആവശ്യങ്ങൾ വരുന്ന കാലയളവ്. പക്ഷെ ജോലിയുള്ള ആരോഗ്യം കുറഞ്ഞു വരുന്ന കാലയളവാണ്. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർ ആ കാറ്റഗറിയിൽപ്പെട്ടാണ്. ഞാനും ആ കാറ്റഗറിയിൽപ്പെട്ട ആളാണ്. നമുക്കുണ്ടാകുന്ന മാനസിക വികാരം എന്താണെന്ന് അറിയോ? എന്റെ ജീവിതം കഴിഞ്ഞു, എന്റെ ലൈഫ് കഴിഞ്ഞു, ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഇനി ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് തീർന്നു പോകണമെന്നാണ്. അങ്ങനെയാണോ? എന്നാൽ ആർസിയം കൈ കിട്ടിയാൽ അങ്ങനെയല്ല. സ്വപ്നം കാണാനുള്ള ധൈര്യമാണ് ആർസിയം. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആളുകളോട് പറഞ്ഞു കൊടുക്കാം. ഒരു മടിയും വേണ്ട. ഒരാളെ പറ്റിക്കുന്നില്ല, ഒരാളെ ചതിക്കുന്നില്ല, ഒരാളോടും കള്ളം പറയുന്നില്ല. സത്യസന്ധമായ മാർഗത്തിലൂടെ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കസ്റ്റമേഴ്സിന്റെ കൂട്ടായ്മ നമ്മൾ രൂപപ്പെടുന്നു. ആ കൂട്ടായ്മ നടക്കുന്ന മൊത്തം ബിസിനസിന്റെ ടേൺ ഓവറിന്റെ ഏകദേശം 40% വരെ ഇൻസെന്റീവായിട്ട് കിട്ടാൻ ലക്ഷങ്ങൾ മാസം നയിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എന്റെ വീട്ടിലേക്ക് എന്നെ നിരന്തരം ഫോളോ അപ്പ് ചെയ്തുകൊണ്ടുവന്ന നാരായണൻ ഒരു സാധാരണക്കാരനായിട്ടുള്ള ബസ് കണ്ടക്ടർ ആയിരുന്നു. ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഞാൻ പരിചയപ്പെടുമ്പോൾ 2500 രൂപ ശമ്പളത്തിൽ സെക്യൂരിറ്റി പണിയെടുത്താണെന്ന് തുടങ്ങിയ നാരായണൻ ഇന്ന് വാങ്ങിക്കുന്ന ഇൻസെന്റീവ് എത്രയാ? കമ്മീഷൻ എത്രയാ? സ്റ്റാർ എമറാൾഡിന്റെ കമ്മീഷനാണ്. ഏകദേശം 1.25 ലക്ഷം രൂപ വരും. 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള നാരായണ സിയാമ്പലൊക്കെ നമുക്ക് ചെയ്തൂടെ? അതിന് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ആർസിയം പ്രൊഡക്ഷൻ 100% ഉപയോഗിച്ച് ഇഷ്ടപ്പെടുന്ന ബോധ്യപ്പെട്ടാൽ 10 ആളോട് പറഞ്ഞു കൊടുക്കുക. ഒരു മടിയും കൂടാതെ പറഞ്ഞു കൊടുക്കുക. തയ്യാറാണോ? ആണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം കുറിച്ചിട്ടുള്ളൂ. ഈ ദിവസം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ദിവസമാണ്. കാരണം സൗത്ത് ഇന്ത്യയിലെ ഒരുപാട് വ്യക്തിത്വങ്ങളെ ചേഞ്ച് ആക്കിയ വ്യക്തിയാണ് വരുന്നത് നമ്മുടെ ഗോപകുമാർ സാറ്. അതോടൊപ്പം നമ്മുടെ ബിസിനസ്സിൽ മാറ്റം വരുത്തിയ തുളസിപ്പേന്റെ MD സുമിത് സാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഏറ്റെടുത്താലോ? ആർസിയം നന്ദി ഏറ്റെടുക്കുക. മാക്സിമം ലൈഫിൽ മാറ്റം ഉണ്ടാക്കുക. ആരോഗ്യവും സമ്പത്തും ആർസിയം കൂടെ നിങ്ങൾക്ക് ധാരാളം ഉണ്ടെന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ആർസിയം.